ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വട്ടോളി, വയലി, കുറുമുന്നണി. വട്ടോളിയുടേത് രാജിക്കത്തല്ല. എറണാകുളം വേദവിപരീതത്തിൻ്റെ പാഷാണ്ഡതയുടെ മാർഗരേഖയാണ്. നിരവധി ദൈവശാസ്ത്ര പിഴവുകൾ. ഇന്നലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ മാത്യു എന്നൊരാൾ ചില ചോദ്യങ്ങൾ എഴുതിയിട്ടിരുന്നു. വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ. അതിലൊരു മുക്കാഭാഗം ഞാനത് വായിക്കുകയാണ്. അല്ല, വട്ടോളി രാജിവെച്ചു വാർത്ത. എവിടെ നിന്നാണ് വട്ടോളിയുടെ രാജി? വിമത ഗ്രൂപ്പിൽ നിന്നാണോ? വിമത പ്രവർത്തനത്തിൽ നിന്നാണോ? ഏകീകൃത ബലി ചൊല്ലില്ല, ജനാഭിമുഖം ചൊല്ലുമേ, വൈദിക വൃത്തി ഒഴിഞ്ഞിട്ടില്ല. ഹേ വട്ടോളി, എവിടെ നിന്നാണ് രാജി? കത്തോലിക്ക സഭയിൽ നിന്നോ? സീറോ മലബാർ സഭയിൽ നിന്നോ? വിമത നേതൃത്വത്തിൽ നിന്നോ? മാത്യുവിൻ്റെ കമൻറ്റിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ നേരിട്ട് വായിക്കുക. പ്രസക്തമായ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് മാത്യുവിന് ഒത്തിരി നന്ദി. വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് മാത്യു ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വട്ടോളിയുടെ രാജിക്കത്തിലെ ചില കാര്യങ്ങൾ വിശദമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ദൈവശാസ്ത്രപരമായും സഭാശാസ്ത്രപരമായും കൂദാശകളുടെ ദൈവിക ക്രമത്തിൻ്റെ തലത്തിലും ഒക്കെ ധാരാളം ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു രാജിക്കത്താണ് വട്ടോളിയുടേത്. അത് തനി രാജിക്കത്തല്ല. അതിലത്തെ ആദ്യത്തെ പാരഗ്രാഫിനെ കുറിച്ചുള്ള എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. വാസ്തവത്തിൽ എല്ലാ മെത്രാന്മാരും വേദശാസ്ത്രികളും കാനൻ ലോയേഴ്സും ഒക്കെ കേൾക്കേണ്ടതാണിത്. മാത്രമല്ല, ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തുകയും വേണം. അതിനാൽ നിങ്ങൾക്ക് സ്നേഹിതന്മാരായി മെത്രന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് അയച്ചു കൊടുത്താൽ നന്നായിരിക്കും. ഈ വട്ടോളിയുടെ രാജിക്കത്ത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്. എറണാകുളം അങ്കമാലി വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ വഴി എൻ്റെ സഹപാഠിയും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്ററുമായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികനായ അഗസ്റ്റിൻ വട്ടോലി 2025 സെപ്റ്റംബർ 14 നൽകുന്ന രാജിക്കത്ത്. ഇത് വായിക്കുന്ന ആരും സ്വാഭാവികമായും ഉന്നയിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? എന്തുകൊണ്ട് സഹപാഠിയും ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്ററുമായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് നേരിട്ട് രാജിക്കത്ത് കൊടുക്കാതെ എറണാകുളം അങ്കമാലി വൈദിക സമിതിയുടെ സെക്രട്ടറിയായ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ വഴി കൊടുത്തിരിക്കുന്നത്? എന്തിനാണ് ഈ വൈദിക സമിതി സെക്രട്ടറി മുണ്ടാടൻ വഴി ഒരു അച്ഛൻ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛൻ, അവിടുത്തെ മെത്രാന് രാജിക്കത്ത് കൊടുക്കുന്നത്? മെത്രാന് നേരിട്ടും കൊടുക്കാൻ കഴിയില്ലോ. അപ്പോൾ വട്ടോളിയുടെ രാജി ഉന്നം വയ്ക്കുന്നത് വൈദിക സമിതിയെയും അതിലൂടെ സമവായ മാർഗരേഖ അംഗീകരിച്ച വിമത വൈദികരെയും അതിന് നേതൃത്വം നൽകിയ മുണ്ടാടനെയുമാണ്. അല്ലെങ്കിൽ കുര്യാക്കോസ് മുണ്ടാടനിലൂടെ ഈ രാജിക്കത്ത് കൊടുക്കേണ്ട കാര്യമില്ല, നേരിട്ട് മെത്രാന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു വളഞ്ഞ വഴി വട്ടോളി സ്വീകരിച്ചിട്ടുണ്ട്. മെത്രാന് നേരിട്ട് കൊടുക്കാതെ വൈദിക സമിതിയുടെ സെക്രട്ടറിയായ മുണ്ടാടനിൽ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഗൂഢ അജണ്ടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഇത് കുതന്ത്രമാണോ തന്ത്രമാണോ എന്നുള്ള ചോദ്യം ചോദിച്ചത്. വട്ടോളി രാജിക്കത്തിൽ മറ്റു രണ്ട് വചനങ്ങൾ നോക്കുക. പ്രിയ ആർച്ച് ബിഷപ്പ്, കടമക്കുടി വിശുദ്ധ അഗസ്തീനോസിന്റെ പള്ളിയിൽ സമവായ പ്രകാരമുള്ള അൾത്താര അഭിമുഖ കുർബാന ഇതുവരെ ഞാൻ ചൊല്ലിയിട്ടില്ല. ആ കുർബാന അർപ്പിക്കാൻ ഞാൻ തയ്യാറുമല്ല. അതായത് ആർച്ച് ബിഷപ്പിന്റെ സമവായ തീരുമാനത്തോടും അതിന് തയ്യാറായ വിമത വൈദികരോടും അൽമായ മുന്നേറ്റക്കാരോടും ഞാൻ വിയോജിക്കുന്നു എന്നാണ് വട്ടോളി പറയുന്നത്. സമവായ പ്രകാരമുള്ള അൾത്താര അഭിമുഖ കുർബാന ഇതുവരെ ഞാൻ ചൊല്ലിയിട്ടില്ല. ആ കുർബാന അർപ്പിക്കാൻ ഞാൻ തയ്യാറുമല്ല. ആ സമവായ മാർഗരേഖ ഞാൻ അംഗീകരിക്കുന്നില്ല. ആ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നില്ല. ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, ഇനിയൊട്ട് അംഗീകരിക്കാൻ തയ്യാറുമല്ല. വളരെ വ്യക്തമായ ഭാഷയിലാണ് വട്ടോളി എഴുതിയിരിക്കുന്നത്.
രണ്ടാമതൊരു കാര്യം എഴുതിയിരിക്കുകയാണ്, എന്നാൽ അൾത്താരഭിമുഖ കുർബാന ആവശ്യമുള്ള ജനങ്ങൾക്ക് ഇവിടുത്തെ വൈദികരും ജനങ്ങളും കൂടിച്ചേർന്ന സമവായ പ്രകാരം അത് അവരുടെ അവകാശവുമാണ്. തോക്കിൻ മുന്നിൽ നിർത്തിയിട്ടാണെങ്കിലും എൻ്റെ വൈദികരും ജനങ്ങളും എത്തിച്ചേർന്ന സമവായത്തിന് ഞാൻ എതിരെ നിൽക്കുന്നത് ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് വാക്ക് പാലിക്കുക ജനാധിപത്യ മര്യാദയാണ്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് അല്പം സൂക്ഷിച്ച് വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകും. ഒന്ന്, സഭയിൽ അധികാര ഘടനയോട് വിയോജിപ്പുള്ള വട്ടോളി ആവശ്യപ്പെടുന്നത് സഭയിൽ ജനാധിപത്യം വേണമെന്നാണ്. അതായത് സഭ എന്നത് വെറും ഒരു സംഘടനയാണ്, മാനുഷിക സംഘടന. അതിന് ദൈവിക ഉൽപ്പത്തി ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. അത് ഈശോ സ്ഥാപിച്ചതാണെന്നോ സഭയുടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണെന്നോ വട്ടോളി അംഗീകരിക്കുന്നില്ല. നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ എന്താണ്? ദ സോൾ ഓഫ് ദ ചേർച്ച് ഈസ് ദ ഹോളി സ്പിരിറ്റ്. സഭയുടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധ റൂഹയാണ്, പരിശുദ്ധാത്മാവാണ്. അത് അംഗീകരിക്കുന്നില്ല. ഇവിടെ ജനാധിപത്യ മര്യാദ മാത്രം പാലിച്ചാൽ മതി. അതായത് ഇതൊരു ആൾക്കൂട്ടമാണ്, അത് ജനാധിപത്യ ആൾക്കൂട്ടമാണ്. അവിടെ എറണാകുളത്തെ കാര്യങ്ങൾ എറണാകുളത്തെ ജനങ്ങളും വൈദികരും കൂടി അങ്ങ് തീരുമാനിക്കും. ആ ജനങ്ങൾ എന്ന് പറയുന്നത് സത്യവിശ്വാസികളായ മഹാഭൂരിപക്ഷമല്ല, അൽമായ മുന്നേറ്റക്കാരാണ് എന്ന് വായിച്ചെടുക്കുക. അതായത് ജനാധിപത്യ രീതി അനുസരിച്ച് അത് തന്നെ ഒരു പ്രഹസനമാണ്. ഇവിടുത്തെ വൈദികരും ജനങ്ങളും കൂടിച്ചേർന്ന എടുത്ത സമവായം ജനങ്ങളുടെ അവകാശമാണ്. അല്ലാതെ അത് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് കൊണ്ടോ മെത്രാൻ സെനറ്റ് തീരുമാനിച്ചത് കൊണ്ടോ അല്ല. എറണാകുളത്തെ കാര്യം എറണാകുളംകാർ തീരുമാനിക്കും എന്ന ജനാധിപത്യ മര്യാദ. അതുകൊണ്ട് ഇവിടുത്തെ എൻ്റെ വൈദികരും എൻ്റെ ജനങ്ങളും കൂടിച്ചേർന്ന സമവായ പ്രകാരം ഈ അൾത്താര അഭിമുഖ കുർബാന അവരുടെ അവകാശമാണ്. ഞാൻ പക്ഷെ ചൊല്ലാൻ തയ്യാറല്ല, അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. തോക്കിൻ മുനയിൽ നിർത്തിയിട്ടാണെങ്കിലും എൻ്റെ വൈദികരും ജനങ്ങളും എത്തിച്ചേർന്ന സമവായത്തിന് ഞാൻ എതിർ നിൽക്കുന്നത് ശരിയല്ല, അത് ജനാധിപത്യ മര്യാദയല്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതിനകത്തൊരു മുനയുണ്ട്, ഒരു മുന വെച്ചാണ് വട്ടോളി സംസാരിക്കുന്നത്. ഇവിടുത്തെ വൈദികരും ജനങ്ങളും എത്തിച്ചേർന്നത് സ്വതന്ത്ര മനസ്സോടെയാണെന്ന് വട്ടോളി കരുതുന്നില്ല. തോക്കിൻ മുനയിൽ നിർത്തിയിട്ടാണെങ്കിലും എല്ലാ വൈദികരും ജനങ്ങളും എത്തിച്ചേർന്ന സമവായത്തിന് ഞാൻ എതിര് നിൽക്കുന്നത് ശരിയല്ല. അതായത് ഏതാണ്ടെല്ലാം സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ സമവായ മാർഗരേഖ രൂപപ്പെട്ടത്. തോക്കിൻ മുനയിൽ നിർത്തിയിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മളൊക്കെ മുൻപ് സംശയിച്ചിട്ടുള്ള കാര്യമാണ്. അത് പതുക്കെ ഈ വട്ടോളിയുടെ വാക്കുകളുടെ പുറത്ത് വന്നിരിക്കുന്നു. നമുക്കറിയാം, ഒരു തീരുമാനത്തിന് സാധുത വേണമെങ്കിൽ അത് സ്വതന്ത്ര മനസ്സോടെ എടുക്കണമെന്നാണ്. ഇത് ഏതാണ്ട് തോക്കിൻ മുന്നിൽ നിർത്തിയെടുത്ത തീരുമാനമായി പോയി. നമ്മളൊരു കല്യാണത്തിനൊക്കെ ഒരു ചോദ്യമില്ലേ, സ്വതന്ത്ര മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടിയാണോ? അപ്പോൾ ഈ സ്വതന്ത്ര മനസ്സ് എന്നുള്ളത് തോക്കിൻ മുനയിൽ ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ സ്വതന്ത്ര മനസ്സുണ്ടാകുമോ, പൂർണ്ണ സമ്മതം ഉണ്ടാകുമോ? ഇതിപ്പോൾ ഏതാണ്ട് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഞാനത് ഇല്ലേ, അതൊരു തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ എതിര് നിൽക്കില്ലെന്നാണ് പറയണേ. അതായത് ഏതാണ്ടൊക്കെ ഇതിൻ്റെ പുറകിൽ കളിക്കുന്നുണ്ട്. നമ്മൾ സംശയിക്കുന്ന ഏതാണ്ടൊക്കെ ഒരു സമ്മർദ്ദം എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. ഈ തോക്കിൻ മുന്നിൽ നിർത്തിയെടുത്ത തീരുമാനമായി പോയി എന്ന് അദ്ദേഹം പരോക്ഷമായി പറയുമ്പോൾ, അങ്ങനെ തീരുമാനത്തിന് വൈദിക സമിതിയുടെ സെക്രട്ടറി മുണ്ടാടൻ, വിമത വൈദികരുടെ നേതാവ് മുണ്ടാടൻ അച്ഛൻ തന്നെ സമ്മതിച്ചത് വീണ്ടും വിചാരമില്ലാത്ത നടപടിയായി പോയെന്ന് വട്ടോളിയച്ചൻ കരുതുന്നുണ്ട്. അതിനുള്ള വിയോജിപ്പ്, ആ സമവായ മാർഗരേഖ പിൻവലിക്കാനുള്ള ഒരു താക്കീത്, അല്ലെങ്കിൽ അതിനുള്ളൊരു സമ്മർദ്ദ തന്ത്രം, ഒരു തോക്കിൻ മുന, അതാണ് വട്ടോളി തൻ്റെ രാജിയിലൂടെ ഉന്നമിക്കുന്നത്. ഈ തോക്കിൻ മുനയിൽ നിർത്തിയിട്ടുണ്ടാക്കിയ ഈ സമവായ മാർഗരേഖയോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ തീരുമാനിച്ചത് കൊണ്ട് ഞാനത് ഇല്ല, എനിക്ക് ചൊല്ലാൻ പറ്റില്ല, ഞാൻ രാജി പിൻവലിക്കുകയാണ്. പക്ഷേ വിമത വൈദികരുടെ ഒരു പ്രമുഖ നേതാവ് രാജി പിൻവലിക്കുമ്പോൾ അത് വിമതരിൽ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദം ഇനി വരുന്ന ദിവസങ്ങളിൽ പ്രതിഫലിക്കാം. ഇപ്പൊ കുറച്ച് പള്ളികളിലൊക്കെ ഈ ഉച്ച കഴിഞ്ഞ് ഈ കുർബാന ചൊല്ലുന്നതൊക്കെ നിർത്തിവെക്കാനായിട്ടും അങ്ങനെ വീണ്ടും മൊത്തം ജനാഭിമുഖമായി തീരാനും അത് ലിറ്റർജിക്കൽ വേരിയന്റ് അനുവദിച്ച് കിട്ടാനും ഒക്കെയുള്ള ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഒരു അറ്റമാണ് വട്ടോളിയുടെ രാജി. ഈ ഫാദർ വട്ടോലിയുടെ പ്രസ്താവനയിൽ ശരികൾ എന്ന ശീർഷകത്തിൽ ഫാദർ ജോസ് വയലിക്കോടത്ത് ഈ വട്ടോളിയച്ഛന് പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പുറത്തുവിട്ട കുറിപ്പിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതായത് വട്ടോലി അച്ഛന് പിന്തുണയുമായി വന്നിരിക്കുന്ന വയലിക്കോടത്ത് അച്ഛൻ, അതിൻ്റെ കുറിപ്പ് എങ്ങനെയാണ്? ഫാദർ വട്ടോലിയുടെ പ്രസ്താവനയിലെ ശരികൾ അതിൽ എഴുതിയിരിക്കുകയാണ്. വയലിക്കോടത്ത് എഴുതിയിരിക്കുകയാണ്,
എൻ്റെ ആത്മസുഹൃത്തായ വട്ടോളിയച്ഛൻ്റെ നിലപാടിനെ 100% അംഗീകരിക്കുന്നു. യേശുവിനെ പോലെ കലഹിക്കുവാൻ വിശ്വാസികൾ ഉണ്ടാവുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറവിയെടുക്കും. ഇത് വൈലിക്കോടത്തിൻ്റെ വാക്കുകളാണ്. ഈ അവസാനത്തെ വരികൾ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് തത്വശാസ്ത്രമാണ്. ഒരുപക്ഷെ വട്ടോളിയച്ചൻ വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം. അതായത് യേശുവിനെ പോലെ എന്നുള്ള വാക്ക് മാറ്റിവെക്കുക. കലഹിക്കാൻ വിശ്വാസികൾ ഉണ്ടാവുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറവിയെടുക്കും. അതായത് കലാപത്തിലൂടെ, സായുധ കലാപത്തിലൂടെ, സായുധ വിപ്ലവത്തിലൂടെ നമ്മൾ യുദ്ധം ചെയ്ത് ഇഹലോകത്ത് നാം തന്നെ ദൈവരാജ്യം സൃഷ്ടിക്കും. അതിന് ദൈവത്തിൻ്റെ ആവശ്യമില്ല. കലാപവും ലഹളയും ആയുധങ്ങളും മാത്രം മതി. മനുഷ്യർ സൃഷ്ടിക്കുന്നതാണ്, ദൈവം സൃഷ്ടിക്കുന്നതല്ല ദൈവരാജ്യം എന്നതാണ് അവരുടെ ഒരു ലൈൻ. ഈ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം തന്നെ അതാണ്. ഇല്ലേ, നമുക്ക് നാമും പണിവതും, ഇല്ലേ, നാഗവും നരകവും അതുപോലെ നമ്മൾ തന്നെയാണ് നാഗം സൃഷ്ടിക്കുന്നതും നരകം സൃഷ്ടിക്കുന്നതും. അതൊക്കെ കാവ്യാത്മകമായി പറയാമെങ്കിലും ദൈവരാജ്യം നമുക്ക് ഭൂമിയിൽ കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറവിയെടുക്കുന്നത് കലഹിക്കാൻ വിശ്വാസികൾ ഉണ്ടാകുമ്പോൾ എന്നാണ്. ആ കലഹത്തിന് വട്ടോളി മുന്നിൽ നിന്ന് നയിക്കുന്നു, കലാപത്തിനും കലഹത്തിനും. അതുകൊണ്ടാണ് ഈ ഫാദർ വട്ടോലിയുടെ പ്രസ്താവന ശരികളെന്ന് പറഞ്ഞിട്ട് വട്ടോളിച്ചൻ്റെ നിലപാട് 100% അംഗീകരിക്കുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് വേറൊരു സൂചന കൂടിയുണ്ട് വട്ടോളി ഈ വയലിക്കോടത്തച്ഛൻ്റെ. ഈ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ പോലെയുള്ളവരാണ് തലപ്പത്തുള്ളതെങ്കിൽ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ, അതായത് കലാപം, കലഹം, വിപ്ലവം ഇതൊക്കെ ഉണ്ടാക്കുന്നവർക്കാണ്, അവർക്ക് അനുകൂലമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക സഭാ നേതൃത്വം. കാരണം അവരാണ് സഭ. ഈ കലഹിക്കുന്നവരാണ്, കലാപം ഉണ്ടാക്കുന്നവരാണ്, വിപ്ലവം ഉണ്ടാക്കുന്നവരാണ് സഭ എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് സീറോ മലബാർ സഭയിലെ മെത്രാന്മാരിൽ പലരും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുമായിട്ടൊക്കെ ചർച്ചയ്ക്കൊക്കെ പോകുന്നത്. ഈ ആത്മസുഹൃത്തായ വട്ടോളിയും വയലിക്കോടത്തും സമവായ മാർഗരേഖ അംഗീകരിക്കുന്നില്ല. ഇക്കാര്യം ഈ സമവായ മാർഗരേഖ ഇറങ്ങിയപ്പോൾ തന്നെ അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമവായ മാർഗരേഖ പിൻവലിക്കാനുള്ള സൂത്രങ്ങളുടെ ആരംഭമാണ് വട്ടോളിയുടെ രാജി. മറുവശത്ത് സത്യവിശ്വാസികളും ഈ സമവായ മാർഗരേഖ അംഗീകരിക്കുന്നില്ല. അതിന് കാരണം വട്ടോളിയും വയലിക്കോടത്തും പറയുന്നതല്ല. കുർബാനയെ സ്ഥിരമായി അവഹേളിക്കാനുള്ള ഒരു ലൈസൻസ് വിമത വൈദികർക്ക് കൊടുക്കുന്ന ഒരു തട്ടിപ്പ് രേഖയാണ് സമവായ മാർഗരേഖ. വൈദികർക്ക് തോന്നിയാൽ തോന്നുന്ന നേരത്ത് തോന്നിയ പോലെ ആ സമയത്ത് ജനങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സമയത്ത് കർത്താവിനെ അവഹേളിച്ചുകൊണ്ട് ഒരു കുർബാന അർപ്പിക്കാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുകയാണ് ഈ സമവായ മാർഗരേഖ. അതിന് കൂട്ടുനിന്ന തട്ടിൽ പിതാവും പാംപ്ലാനി പിതാവും വാസ്തവത്തിൽ മാപ്പ് അർഹിക്കുന്നില്ല. അത് കർത്താവ് കൊടുക്കട്ടെ, നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ ഈ സമവായ മാർഗരേഖ വിമത വൈദികരിൽ ഒരു വലിയ ശതമാനത്തിനും താല്പര്യമില്ല. സത്യവിശ്വാസത്തിൽ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഇതൊരു തോക്കിൻമൊനയിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഗൂഢലക്ഷ്യങ്ങളൊക്കെ സാവകാശം പുറത്ത് വരും, അല്ലെങ്കിൽ നമുക്കറിയാം, കുറേ പേർക്കൊക്കെ അറിയാം. ഇനി ഈ പറഞ്ഞതിനേക്കാളൊക്കെ അപ്പുറത്ത് വട്ടോളിയും വയലിക്കോടത്തും പറയുന്ന പ്രത്യയശാസ്ത്രത്തിൽ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ വയലിക്കോടത്തിൻ്റെ കുറിപ്പിൽ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്. വട്ടോളിയച്ഛന് പിന്തുണയുമായിട്ട് വന്ന അതിൽ ആദ്യത്തെ വരികൾ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട സംഗതിയാണ്. ജനാഭിമുഖ അർപ്പണ രീതി സാധുവാണെങ്കിലും നിയമാനുസൃതമല്ല. ജനാഭിമുഖ കുർബാന സാധുവാണെങ്കിലും നിയമാനുസൃതമല്ല. വിശുദ്ധ കുർബാന ഉൾപ്പെടെ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ സാധുത തീരുമാനിക്കപ്പെടുന്നത് കർമ്മരൂപത്തെയും ഫോം, കർമ്മസാധനത്തെയും മാറ്റർ വിലയിരുത്തിയാണ്, സിനഡിൻ്റെ തീരുമാനത്തെ കേന്ദ്രീകരിച്ചല്ല. വളരെ അപകടം പിടിച്ച ഒരു വാചകമാണിത്. നിങ്ങൾ ഇതിനകത്തൊരു കെണിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വളരെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചത്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ജനാഭിമുഖ കുർബാന സാധുവാണെങ്കിലും നിയമാനുസൃതമല്ല എന്ന് വയലിക്കോടത്ത് അംഗീകരിച്ചിരിക്കുന്നു. ജനാഭിമുഖ കുർബാന സാധുവാണെങ്കിലും നിയമാനുസൃതമല്ല, അദ്ദേഹത്തിൻ്റെ വാചകമാണത്. അത് വയലിക്കോടത്ത് അംഗീകരിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. പക്ഷെ അത് അംഗീകരിച്ചതിൻ്റെ പുറകിലുള്ള ഈ പ്രത്യയശാസ്ത്രം അത് അപകടമാണ്. അതിലേക്ക് ഞാൻ വരാം. അദ്ദേഹം പറയാണ്, വിശുദ്ധ കുർബാന ഉൾപ്പെടെ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ സാധുത തീരുമാനിക്കപ്പെടുന്നത് കർമ്മരൂപത്തെയും ഫോം, കർമ്മസാധനത്തെയും മാറ്റർ വിലയിരുത്തിയാണ്.
ഞാൻ കർമ്മസാധനം, മാറ്റർ ആൻഡ് ഫോം, നല്ല വാക്കുകളാണ് ഇംഗ്ലീഷിൽ. കർമ്മസാധനം എന്ന് ഞാൻ അതിനേക്കാളും കർമ്മത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ കർമ്മകാര്യം അല്ലെങ്കിൽ കർമ്മസത്ത, കർമ്മസാരം എന്നൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുക. മാറ്റർ എന്നതിന് കർമ്മത്തിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ കർമ്മകാര്യം, കർമ്മസത്ത, കർമ്മസാരം എന്നൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുക. അദ്ദേഹം ഉപയോഗിച്ചിട്ട് കർമ്മസാധനം എന്നാണ്. അതാ മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ വസ്തു, ഉപയോഗിക്കുന്ന വസ്തു എന്ന അർത്ഥത്തിലാണ്. അത് മാത്രമല്ല, അതായത് ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ വരപ്രസാദം ചൊരിയുന്നുണ്ടെങ്കിലാണ് കൂദാശിയാവൂ. എന്താണ് വരപ്രസാദം എന്ന് പറഞ്ഞാൽ? അത് ദൈവിക ജീവനാണ്. അതായത് ദൈവത്തിൻ്റെ തന്നെ ജീവൻ പരിശുദ്ധാത്മാവിനെ ചൊരിയുന്നു. ദൈവം ജീവിക്കുന്ന ഏത് ജീവൻ കൊണ്ടാണോ ആ ജീവൻ ചൊരിയുക, ആ ജീവനാണ് വരപ്രസാദം എന്ന് പറയുക. അത് ചൊരിയുന്നുണ്ടോ ഇല്ലയോ? ചൊരിയുന്നെങ്കിൽ മാത്രമാണ് കൂദാശയാകൂ. അപ്പൊ കൂദാശയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് വരപ്രസാദമാണ്, ദൈവിക ജീവനാണ്. അങ്ങനെ ചൊരിയണമെങ്കിൽ, വരപ്രസാദം ചൊരിയപ്പെടണമെങ്കിൽ, ദൈവിക ജീവൻ ചൊരിയപ്പെടണമെങ്കിൽ, അതായത് പരിശുദ്ധാത്മാവിനെ ചൊരിയണമെങ്കിൽ സഭ നിർദ്ദേശിക്കുന്ന രീതിയിൽ അത് അനുഷ്ഠിക്കണം. അതാണ് കർമ്മരൂപം. ഉള്ളടക്കം വരപ്രസാദം അല്ലെങ്കിൽ ദൈവിക ജീവൻ. അത് ചൊരിയപ്പെടണമെങ്കിൽ സഭ നിശ്ചയിക്കുന്ന ഒരു രൂപമുണ്ട്, ഫോം, കർമ്മ രൂപം. ഇതാണ് പറയണേ. ഇത് എന്നിട്ട് അദ്ദേഹം പറയാണ്, വയലിക്കോടത്ത് പറയാണ്, കർമ്മരൂപവും കർമ്മസാധനവും സിനഡിന്റെ തീരുമാനത്തെ കേന്ദ്രീകരിച്ചല്ല നിലകൊള്ളുന്നത്. കത്തോലിക്ക സഭയോടും മാർപ്പാപ്പയോടുമുള്ള പരസ്യമായ വെല്ലുവിളിയാണത്. കർമ്മരൂപവും കർമ്മസാധനവും സിനഡിന്റെ തീരുമാനത്തെ കേന്ദ്രീകരിച്ചല്ല നിലകൊള്ളുന്നതെന്നാണ് വയലിക്കോടത്ത് പറയുന്നത്. വട്ടോളി അതാണ് പറയുന്നു. ഇതേ വാക്കുകളാണ് പ്രോട്ടസ്റ്റന്റ് സഭയുടെ സ്ഥാപകനായ മാർട്ടിൻ ലൂഥർ പറഞ്ഞത്. അതിനെതിരെയാണ് ട്രെന്റ് സൂനോദോസ് വിളിച്ചു കൂട്ടിയത്. മനസ്സിലാകുന്നുണ്ടോ? ട്രെന്റ് സൂനോദോസിൽ തീരുമാനങ്ങളുടെ വെളിച്ചത്തിലാണ് 1917 ലത്തീൻ കാനൺ ലോ നിലവിൽ വന്നത്. ട്രെന്റ് സൂനോദോസിലെ കാര്യങ്ങൾ അടക്കം കോട്ട് ചെയ്തിട്ടുണ്ട്. അത് പരിഷ്കരിച്ചിട്ടാണ് 1983 ലത്തീൻ കാനൺ ലോ നിലവിൽ വന്നത്. അതിന് പിന്നാലെയാണ് പൗരസ്ത്യ കാനൺ ലോ പിന്നാലെ വന്നത്. അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയുണ്ട്. യെരൂശലേം സൂനോദോസ്, അതിനുമുമ്പ് കർത്താവ് ഈശോ മിശിഹ, അവിടെ നിന്നുള്ള ഒരു തുടർച്ചയിലാണ് ഈ സഭയുടെ നിയമം, അതായത് തിരുവചനങ്ങളെ വെളിച്ചത്തിലും വിശുദ്ധ പാരമ്പര്യങ്ങളെ വെളിച്ചത്തിലുമാണ് കാനൺ നിയമം ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ കാനൺ നിയമം എവിടുന്ന് പൊട്ടി വീണതല്ല. തിരുവചനങ്ങളിൽ ഇല്ലേ നിഗൂഢമായിരിക്കുന്നത് നമ്മളും വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുന്നു. അതാണ് കാനൺ നിയമം. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റന്റുകാരിലെ മാർട്ടിൻ ലൂഥർ എന്താ പറഞ്ഞത്? കർമ്മരൂപവും കർമ്മസാധനവും മാർപ്പാപ്പയോ മെത്രാന്മാരോ സഭയോ തീരുമാനിക്കുന്ന അനുസരിച്ചല്ല. അതാണ് ഈ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രം. ക്രിസ്തുവിൽ നിന്ന് വരുന്ന വിശുദ്ധ പാരമ്പര്യത്തിന്റെ, ദൈവിക പാരമ്പര്യത്തിന്റെ തുടർച്ച. ആ തുടർച്ചയിലാണ് കത്തോലിക്ക സഭയുടെ ശ്ലൈഹിക പിന്തുടർച്ചയും കൗദാശിക പിന്തുടർച്ചയും പരമാധികാരമൊക്കെ ഇരിക്കുന്നത്. കത്തോലിക്ക സഭയിൽ പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനം ഉണ്ട് എന്ന് വിശ്വസിച്ചാലേ കൂദാശയാകൂ. വയലിക്കോടത്തും വട്ടോളിയും ഉൾപ്പെടെ സകല വിമത വൈദികരും പിന്തുടരുന്നത് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രമാണ്. അതായത് മാർപ്പാപ്പയോ മെത്രാമാരോ മെത്രൻ സിനഡോ തീരുമാനിക്കുന്നതല്ല കർമ്മരൂപവും കർമ്മസാധനവും. പിന്നെ ആരാ? എറണാകുളത്തെ അൽമായ മുന്നേറ്റക്കാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കും. എറണാകുളത്തെ കാര്യം എറണാകുളംകാർ തീരുമാനിക്കുമെന്ന് ഇവർ എപ്പോഴും പറയുന്നില്ലേ, ക്യാപ്സുള്. അതാണ് ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് കർമ്മരൂപവും കർമ്മസാധനവും ഉണ്ടാക്കാമെന്ന് ഇവർ പറയണേ. അപ്പോൾ ഓം ഉപയോഗിക്കണോ, ഈ മാവേലിയെ അകത്ത് കയറ്റി അൾത്താറിൽ കയറ്റണോ, അത് ഞങ്ങളെ വൈദിക സമിതി സെക്രട്ടറി തീരുമാനിക്കും. ഞങ്ങൾ അതിന് അനുവാദം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിലവിളക്ക് ഉപയോഗിക്കണോ, നിലത്തിരുന്നിട്ട് ഈ ഹോമ കൊണ്ടുണ്ടാക്കിയിട്ട് സ്വാഹ എന്ന് പറഞ്ഞ് അഗ്നിദേവന്റെ ഭാര്യയെ വിളിക്കണോ, ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ബൈബിളിന് പകരം, പഴയ നിയമത്തിന് പകരം ഭഗവത്ഗീതയോ ഖുറാനോ വായിക്കണോ, അത് ഞങ്ങൾ തീരുമാനിക്കും. കർമ്മരൂപവും കർമ്മസാധനവും മെത്രാൻ സിനഡോ മാർപ്പാപ്പയോ തീരുമാനിക്കുന്നതല്ല, സഭ തീരുമാനിക്കുന്നതല്ല, ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇതാണ് വയലിക്കോടത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് എൻ്റെ വാചകങ്ങളല്ല, വയലിക്കോടത്തിൻ്റെ വാചകങ്ങളാണ്. ഇത് മെത്രന്മാരെ കേൾക്കണം കേട്ടോ, മെത്രന്മാരെ കേൾക്കണം. നിങ്ങൾക്ക് കൂദാശ എന്തെന്ന് അറിയാമെങ്കിൽ ഈ പറഞ്ഞ പഠിപ്പിക്കുന്ന സംഗതി വേദ വിപരീതമാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരണം. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇത് അംഗീകരിച്ചു കൊടുക്കുന്ന മെത്രാന്മാര് പ്രൊട്ടസ്റ്റന്റ് മെത്രാന്മാരാണെന്നും കത്തോലിക്ക സഭയ്ക്ക് പ്രൊട്ടസ്റ്റന്റ് മെത്രാന്മാരെ വേണ്ടെന്നും.
എൻ്റെ വാക്കുകൾ വളരെ കഠിനമാണെന്ന് പലപ്പോഴും പറഞ്ഞു. ഇപ്പം ഈ വയലിക്കോടത്തിൻ്റെ വട്ടോളിയെ പിന്തുണയ്ക്കുന്ന വയലിക്കോടത്തിൻ്റെ എഴുത്തിലൂടെ വന്നിരിക്കുന്ന കാര്യം നോക്കിയേ. അപ്പം നമുക്കൊരു കാര്യം ഒരു ചോദ്യം ചോദിക്കുക. ഒരു കൂദാശ സാധുവാണോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? അതായത് ആ കൂദാശയിൽ ആ പരിശുദ്ധ പ്രവൃത്തിയിൽ പരിശുദ്ധ റൂഹ ചൊരിയപ്പെടുന്നുണ്ടോ, ദൈവിക ജീവൻ ചൊരിയപ്പെടുന്നുണ്ടോ, വരപ്രസാദം നൽകപ്പെടുന്നുണ്ടോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ഈ കർമ്മരൂപവും കർമ്മസാധനവും ശരിയാകണം, മാറ്റർ ആൻഡ് ഫോം. അത് മെത്രാന്മാരുടെ തീരുമാനത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നതെന്ന് വയലിക്കോടത്ത് വട്ടോളിയെ പിന്തുണച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, ആരാണിത് നിശ്ചയിക്കുന്നത്? അതിന് ഉത്തരം കിട്ടാനായിട്ട് മറ്റു ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ എളുപ്പം കിട്ടും. ചില ചോദ്യങ്ങൾ: ആര് അർപ്പിക്കുന്നു, എന്ത് അർപ്പിക്കുന്നു, എപ്പോൾ അർപ്പിക്കുന്നു, എവിടെ അർപ്പിക്കുന്നു, എങ്ങനെ അർപ്പിക്കുന്നു. ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ നമുക്കൊരു കൂദാശയുടെ ഏകദേശം, അതായത് അത് ആ കർമ്മസാരം, കർമ്മകാര്യം, ഉള്ളടക്കം, കർമ്മത്തിൻ്റെ ഉള്ളടക്കം, പിന്നെ അതിൻ്റെ ഫോം, കർമ്മരൂപം, അത് ശരിയാണോ അല്ലയോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാൽ. ആരെന്ന ചോദ്യത്തിന് വളരെ ഉത്തരം പെട്ടെന്ന് കിട്ടും. എന്താണ്? നിയമാനുസൃതം സഭ നിശ്ചയിച്ച ആള്. ഇപ്പൊ കുർബാനയാണെങ്കിൽ ശരിക്കും തിരുപ്പട്ടം കിട്ടിയ ഒരു വൈദികൻ, സാധുവും നിയമാനുസൃതവുമായ അധികാരമുള്ള കാർമ്മികൻ എന്നാണ് അർത്ഥം. ആരെന്ന് ചോദിച്ചാൽ കുർബാനയാണെങ്കിൽ അത് തിരുപ്പട്ടമുള്ള ഒരാള്, സാധുവും നിയമാനുസൃതമായി തിരുപ്പട്ടം ഉള്ള ഒരു വൈദികൻ. ആര്? എന്തെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കർമ്മത്തിൻ്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞത്. കർമ്മത്തിൻ്റെ ഉള്ളടക്കം അദ്ദേഹം പറഞ്ഞ കർമ്മസാധനം, ഞാൻ പറഞ്ഞ കർമ്മത്തിൻ്റെ ഉള്ളടക്കം, അല്ലെങ്കിൽ കർമ്മസത്ത, അല്ലെങ്കിൽ കർമ്മകാര്യം. അത് എന്തെന്ന ചോദ്യത്തിന് ഉത്തരമാണ്. എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കർമ്മരൂപം, ദ ഫോം ഓഫ് ദ സാക്രമെന്റ്. അപ്പോൾ ഇപ്പോൾ കുംഭസാരം കേൾക്കാനായിട്ട് പുരോഹിതന് മാത്രമേ അധികാരമുള്ളൂ. ആരെന്ന് പറയുമ്പോൾ അത് നിശ്ചയിക്കുന്നത് കർത്താവിൻ്റെ സഭയുമല്ലേ. ഈ സ്വർഗരാജ്യത്തിന് താക്കോലുകൾ നൽകപ്പെട്ടിരിക്കുന്നത് പത്രോസിനും പിൻഗാമികൾക്കുമാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോല് അത് ആർക്കാണ് തുറക്കാൻ കൊടുക്കേണ്ടത്, ആർക്കാണ് അടയ്ക്കാൻ കൊടുക്കേണ്ടത് നിശ്ചയിക്കേണ്ടത് സഭയല്ലാതെ പിന്നെ ആരാ? വയലിക്കോടത്ത് പറയുന്നത് കർമ്മരൂപവും കർമ്മസാധനവും നിശ്ചയിക്കുന്നത് മാർപ്പാപ്പയോ മെത്രാൻസേനയോ അല്ല, പിന്നെ ആരാ? ഞങ്ങള് കൂട്ടം കൂടിയിരുന്ന്. അപ്പോൾ ഈ പെന്തക്കോസ്ത സമുദായങ്ങളും ഈ എറണാകുളത്തെ വിമത വൈദികരും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ശ്ലൈഹിക പിന്തുടർച്ച അവർ അംഗീകരിക്കുന്നില്ല. സഭ പരിശുദ്ധാത്മാവാണ്, സഭയുടെ ആത്മാവെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അതൊരു ജനാധിപത്യ സംഘടന മാത്രം എന്നാണ് അവർ പറയുന്നത്. തീർത്തും നിരീശ്വര ചിന്തകളുള്ള, കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ചിന്തകളുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കർമ്മത്തിന്റെ ഉള്ളടക്കമെന്ന്. കർമ്മസത്ത, കർമ്മകാര്യം. കള്ളും വട്ടയപ്പും മതിയോ കുർബാന ചൊല്ലാൻ? കർത്താവ് ഈശോ മിശിഹ കേരളത്തിൽ ജനിച്ചിരുന്നെങ്കിൽ കള്ളും വട്ടയപ്പും ഉപയോഗിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കള്ളും വട്ടയപ്പും ഉപയോഗിച്ചാൽ മതിയോ? പോരാ. എന്തേ? കർത്താവാണ് ഈ കൂദാശ സ്ഥാപിച്ചത്. അവൻ ഉപയോഗിച്ചത് അപ്പവും വീഞ്ഞുമാണ്. അത് ആരാണ് നിശ്ചയിക്കുന്നത്? സഭയാണ്. തീർച്ചയായും സഭ അങ്ങനെ വെറുതെ തീരുമാനിക്കുകയല്ല. ക്രിസ്തുവിൽ നിന്ന് സ്ലീഹന്മാരിലൂടെ പകർന്നു കിട്ടിയ തിരുവചനത്തിന്റെ വെളിച്ചത്തിലാണ് സഭ തീരുമാനിക്കുന്നത്. അപ്പൊ ക്രിസ്തുവാണ് തീരുമാനിക്കുന്നത്. അവനവന്റെ പരിശുദ്ധ റൂഹായെ സഭയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ തുണയില്, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ ക്രിസ്തു നൽകിയ വചനങ്ങളെ ധ്യാനിച്ചിട്ടാണ് സഭ ഓരോ കൂദാശകളുടെയും ഈ കർമ്മകാര്യം, കർമ്മസത്ത, കർമ്മത്തിന്റെ ഉള്ളടക്കം, അദ്ദേഹത്തിന്റെ ഭാഷയിൽ കർമ്മസാധനം നിശ്ചയിക്കുന്നത്. ക്രിസ്തുവിൽ നിന്ന് സ്ലീഹന്മാരിലൂടെ പകർന്നു കിട്ടിയ തിരുവചനത്തിന്റെയും വിശുദ്ധ പാരമ്പര്യത്തിന്റെയും വെളിച്ചത്തിൽ അത് മാറ്റാൻ മാർപ്പാപ്പയ്ക്ക് പോലും അധികാരമില്ല. കാരണം ക്രിസ്തുവിൽ നിന്ന് കിട്ടിയതാണ്, സ്ലീഹന്മാരിൽ പകർന്നു തന്നതാണ്. അപ്പോൾ സ്വർഗരാജ്യത്തിന്റെ താക്കോലിൽ കൈവശമുള്ള മാർപ്പാപ്പയ്ക്ക് പോലും ഇത് മാറ്റാൻ കഴിയില്ല. കാരണം കർത്താവാണ് ഈ സ്വർഗരാജ്യത്തിന് താക്കോല് കൊടുത്തത്. കർത്താവ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്യാൻ മാർപ്പാപ്പയ്ക്ക് അധികാരമില്ല. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പാറേക്കട്ടിൽ പിതാവ്, ഇവർ വലിയ ആരാധ്യ പുരുഷനെ കൊണ്ട് നടക്കുന്ന കർദിനാൾ പാറേക്കട്ടിൽ പറയുന്നൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഈ സീറോ മലബാർ സഭയുടെ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് വൈദിക മേലധ്യക്ഷന്റെ സംയുക്ത ഇടയലേഖനം 1962
1962 ജൂൺ 18 പ്രസിദ്ധപ്പെടുത്തിയ ഇടയലേഖനത്തിൽ എറണാകുളം മെത്രാപ്പൊലിത്ത ജോസഫ് പാറേക്കാട്ടിൽ, ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്ത മാത്യു കാവിക്കാട്ട്, തൃശ്ശൂർ മെത്രൻ ജോർജ് ആലപ്പാട്ട്, കോട്ടയം മെത്രൻ തോമസ് തറയിൽ, പാലാ മെത്രൻ സെബാസ്റ്റ്യൻ വയലിൽ, തലശ്ശേരി മെത്രൻ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി, കോതമംഗലം മെത്രാൻ മാത്യു പോത്തനാമൊഴി എന്നിവർ ഒപ്പുവെച്ചിരിക്കുന്ന സംയുക്ത ഇടയലേഖനത്തിൽ 7ാമത്തെ നിർദ്ദേശം 3 ഞാൻ ആ ഇടയലേഖനത്തിന്റെ 1ാം ഭാഗം ഞാൻ അങ്ങനെ തന്നെ 2 പ്രാവശ്യം 3 പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ 7ാമത്തെ നിർദ്ദേശം 3 പറയുകയാണ്, പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം അനുസരിച്ച് ബഹുമാന വൈദികർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിൽ 7ാമത്തെ വകുപ്പിൽ 3, കൽദായ സുറിയാനി റീത്ത് അനുസരിച്ച് പുളിച്ച അപ്പമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പുളിക്കാത്ത അപ്പം തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. പാറേക്കാട്ടിൽ പിതാവ് എഴുതിയിരിക്കുന്ന വചനാണ്. വിമതരെ, മുന്നേറ്റക്കാരെ, ഈ ഷൈജു, നിങ്ങൾ കേൾക്കുക. കൽദായ സുറിയാനി റീത്ത് അനുസരിച്ച്, അതായത് സീറോ മലബാർ കൽദായ സുറിയാനി റീത്താണ്. കൽദായ സുറിയാനി റീത്ത് അനുസരിച്ച് പുളിച്ച അപ്പമാണ്, പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പുളിക്കാത്ത അപ്പം തുടർന്ന് ഉപയോഗിക്കാം. ശരിക്കും ഉപയോഗിച്ചിരുന്നത് പുളിപ്പിച്ച അപ്പമാണ്, പുളിപ്പുള്ള അപ്പം. കാരണം എന്താണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീ 3 ഇടങ്ങഴി മാവ് പുളിക്കുമ്പോളം ചേർത്ത പുളിപ്പിന് സദൃശമാണ്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്, ഓട്ടോ ബസിലയ്യ, അവൻ തന്നെയാണ് ദൈവരാജ്യം. ആ സ്ത്രീ എന്ന് പറയുന്നത് മറിയമാണ്. മറിയം ഈ പ്രപഞ്ചത്തെ പുളിപ്പിക്കാനായിട്ട്, ഈ മാവ് എന്ന് പറഞ്ഞ പ്രപഞ്ചത്തെ പുളിപ്പിക്കാനായിട്ട് ചേർത്ത പുളിപ്പ്, ചെറുത്തോളം പുളിപ്പ്, അതാണ് യേശുക്രിസ്തു. ഈ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട്, തിരുവചനം പിന്തുടർന്നുകൊണ്ട് പൗരസ്ത്യ സഭകളിൽ പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിക്കുന്നത്. കൽദായ സുറിയാനി റീത്ത് അനുസരിച്ച് പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കുറെ നാളുകളായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നത് പുളിപ്പില്ലാത്ത അപ്പമാണ്. ആ രീതി തുടരാം. അപ്പൊ പാറേക്കാട്ടിൽ പിതാവ് അംഗീകരിച്ചിരിക്കുകയാണ് നമ്മൾ കൽദായ സുറിയാനി റീത്ത് ആണെന്നും അത് പുളിപ്പുള്ള അപ്പമാണ് ഉപയോഗിച്ചിരുന്നതും പാറേക്കാട്ടിൽ പിതാവ് സമ്മതിച്ചിരിക്കുന്നു, ഒപ്പുവെച്ചിരിക്കുന്നു. എങ്കിലും മെത്രാന്മാർ തീരുമാനിച്ചിരിക്കുന്നു പുളിപ്പില്ലാത്ത അപ്പം ഉപയോഗിക്കാം. ആരാണ് തീരുമാനിച്ചത്? മെത്രാന്മാര്. വയലിക്കോടത്തും വട്ടോളി എന്താ പറയുന്നത്? കർമ്മരൂപവും കർമ്മസാധനവും മെത്രാൻ സിനഡോ മെത്രാന്മാരോ അല്ല നിശ്ചയിക്കുന്നതെന്നാണ് വയലിക്കോടത്ത് പറഞ്ഞത്. അപ്പോൾ പാറേക്കാട്ടിൽ പിതാവ് പറഞ്ഞതിനെ ഖണ്ഡിക്കുകയാണ് വയലിക്കോടത്തും വട്ടോളി. നിർദ്ദേശം 2, ഈ പാറേക്കാട്ടിലും മറ്റും 6 മെത്രാന്മാരും മെത്രാപ്പൊലിത്തമാരൊക്കെ ഒപ്പുവെച്ച ആ നിർദ്ദേശത്തിൽ 2, അതായത് പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം അനുസരിച്ച് ബഹുമാനപ്പെട്ട വൈദ്യർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 1962 ജൂൺ 18 കർദിനാൾ പാറേക്കാട്ടിൽ നൽകിയ നിർദ്ദേശം 2. പുതിയ ക്രമത്തിൽ കുർബാന ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ അതിന് ക്രമങ്ങൾ ശരിയായി പഠിക്കുകയും ചൊല്ലാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്വന്തം വൈദിക മേലധ്യക്ഷന്റെ അനുമതി വാങ്ങിയിരിക്കുകയും വേണം. അത് ആചാരങ്ങളെല്ലാം അനുഷ്ഠിക്കാനായിട്ട് കൃത്യമായിട്ട് അറിയാമെന്ന് വൈദിക മേലധ്യക്ഷൻ തീരുമാനിക്കും. അപ്പോൾ മെത്രാൻ സിനഡ് അല്ല തീരുമാനിക്കണമെന്ന് വയലിക്കോടത്ത് പറഞ്ഞാൽ ശരിയാകുമോ? പാറേക്കാട്ടിൽ മറിച്ച പറയണേ. ആ നിർദ്ദേശത്തിൽ 6, കേരള സുറിയാനി സഭാ മേലധ്യക്ഷ സംഘത്തിന്റെ പ്രത്യേക അനുമതി കൂടാതെ തക്സയിലുള്ള പ്രാർത്ഥനകളെ പരിഭാഷയ്ക്ക് യാതൊരു മാറ്റം വരുത്താൻ പാടില്ലാത്തതാണ്. പരിഭാഷ പോലും മാറ്റാൻ പാടില്ല, പ്രാർത്ഥനകൾ മാറ്റാൻ പാടില്ല. ഇത് പാറേക്കാട്ടിലും മറ്റു മെത്രാന്മാരും ഒപ്പുവെച്ച രേഖയാണ് ഞാൻ പറയണേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ രേഖയുടെ കോപ്പി ഞാൻ തരാം. ചോദിച്ചവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വയലിക്കോടത്തും വട്ടോളിയും പറയുന്നത് പോലെ കർമ്മരൂപവും കർമ്മസാധനവും മെത്രാൻ സിനഡ് അല്ല തീരുമാനിക്കുന്നത്, മെത്രാന്മാരല്ല തീരുമാനിക്കുന്നത്, സഭയല്ല തീരുമാനിക്കുന്നത്, മാർപ്പാപ്പയല്ല തീരുമാനിക്കുന്നത് പറഞ്ഞാൽ ശരിയാകുമോ? അവര് തന്നെ മഹാനെന്ന് കണക്കാക്കുന്ന കർദിനാൾ പാറേക്കാട്ടിലിന്റെ രേഖയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കണേ. നോക്കൂ, ഇതെല്ലാം ആരാ നിശ്ചയിക്കുന്നത്? സഭയിലെ മെത്രാന്മാര്. ഈ കർദിനാൾ പാറേക്കാട്ടിലാണ് ഇത് എഴുതിയതെന്ന് വട്ടോളിയും വയലിക്കോടത്തിനും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വയലിയും വട്ടോളിയും പറയുന്നത് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പ് പോലെയാണ്, ഞങ്ങൾ നിശ്ചയിക്കും കർമ്മരൂപവും കർമ്മ സാധനവും എന്നാണ്. മാറ്റർ ആൻഡ് ഫോം. ഇനി എന്തെന്നുള്ളതിന് ചോദ്യം നമ്മൾ ചോദിച്ചത് എങ്ങനെ എന്ന ചോദ്യത്തിൽ ഉത്തരമാണ് കർമ്മരൂപം എന്ന് പറഞ്ഞു. പ്രാർത്ഥനകൾ, ആചാരങ്ങൾ, അവ അനുഷ്ഠിക്കേണ്ട വിധം ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ്. എങ്ങനെ ഒരു കർമ്മം വിശുദ്ധ കർമ്മമാകണമെങ്കിൽ അതിനുവേണ്ട പ്രാർത്ഥനകളുണ്ട്, ആചാരങ്ങളുണ്ട്, റിച്വൽസ്. അതെങ്ങനെ അനുഷ്ഠിക്കണം, റൂബ്രിക്സ്. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, എവിടേക്കാണ് തിരിയേണ്ടത്, കൈ എത്ര ഉയർത്തണം, കൈ എങ്ങനെ പിടിക്കണം, കുനിഞ്ഞു നിൽക്കണോ, നിവർന്നു നിൽക്കണോ, ഉച്ചസ്വരത്തിൽ ചൊല്ലണോ, സ്വരം കുറച്ച് ചൊല്ലണോ, രഹസ്യ പ്രാർത്ഥന, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ലിറ്റർജിയിൽ. ഇതെല്ലാം ആ പ്രാർത്ഥനകളും ആചാരങ്ങളും അത് അനുഷ്ഠിക്കേണ്ട വിധവും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ചെയ്താലേ, അതിൽ എഴുതിയിരിക്കുന്ന തരത്തിൽ ചെയ്താലേ, മാറ്റമില്ലാതെ ചെയ്താലേ കർമ്മരൂപമാകൂ.
ഇതോടൊപ്പം പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വൈദികന്റെ പുരോഹിതന്റെ നിയോഗം. ഇന്റന്റ് എന്ന് പറയും. ഇന്റന്റ്. നമുക്കൊരു ഉദാഹരണം നോക്കുക. ഒരു വൈദികന് രാത്രി ഇങ്ങനെ ഉറക്കത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരു രോഗമുണ്ടെന്ന് കരുതുക. അങ്ങനെ ഉണ്ടല്ലോ, ചില രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. അപ്പോൾ ജനങ്ങൾ പാതിര കുർബാന നടക്കുന്ന സമയം വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ജാഗരണ പ്രാർത്ഥന, രാത്രി മുഴുവൻ ജാഗരണ പ്രാർത്ഥന നടക്കുക, പള്ളിയിൽ നടക്കാമെന്ന് വിചാരിക്കുക. ഈ ഉറക്കത്തിൽ ഇറങ്ങി നടക്കുന്ന സ്വഭാവമുള്ള അച്ഛൻ, രോഗമുള്ള അച്ഛൻ ഹന്നാം വെള്ളം എടുത്തുകൊണ്ട് ഇങ്ങനെ തളിച്ചെന്ന് വിചാരിക്കുക. അത് ഒരു കൂതാശാരണക്കാരനമാകുമോ? ഒരു വെഞ്ചിരിപ്പാകുമോ? അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഉറക്കത്തിൽ നടന്നിട്ട് ഇങ്ങനെ ഒരു അപ്പം എടുത്തിട്ട് തന്നെ ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ കുർബാനയാകുമോ? ആകില്ല. എന്തുകൊണ്ട്? സഭയുടെ പ്രാർത്ഥനയോട് സർവാത്മന വൈദികൻ ചേർന്നാലേ അത് സാധുവാകൂ. സഭയുടെ പ്രാർത്ഥനയോട് കർത്താവ് ഈശോ മിശിഹ സഭയിൽ ഏൽപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയോട് സർവാത്മന, ഇതാണ് നിയോഗം എന്ന് പറയുന്നത്, സർവാത്മന വൈദികൻ ചേർന്നാലേ അത് സാധുവാകൂ. ഈ സമവായ മാർഗരേഖ അനുസരിച്ച് ഉച്ചയ്ക്ക് കുർബാന ചൊല്ലുന്ന വൈദികർക്ക് ഇങ്ങനെയൊരു ശുദ്ധ നിയോഗം, സഭയുടെ പ്രാർത്ഥനയോട് സർവാത്മന ചേരാനുള്ള നിയോഗമുണ്ടോ? ക്രിസ്തു സഭയിൽ നിക്ഷേപിച്ചിരിക്കുന്ന പ്രാർത്ഥനയോട് സർവാത്മന ചേർന്നിട്ടാണോ അവർ കുർബാന അർപ്പിക്കുന്നത്? അല്ലെങ്കിൽ അത് സാധുവാണോ? ഇതുകൊണ്ടാണ് ആളുകൾക്ക് അതിൽ പങ്കെടുക്കാനായിട്ട് പ്രയാസമുള്ളത്. നിവൃത്തിയോളത്തിൽ അതായത് പങ്കെടുത്ത് വിജയിപ്പിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സ്ഥായിയായിട്ടുള്ളൊരു പരിപാടിയായിട്ടല്ല, മറിച്ച് ഈ തീർത്തും ഇല്ലിസിറ്റായ കുർബാന പങ്കെടുക്കുന്നതിനേക്കാൾ ഇതിൽ പങ്കെടുക്കുകയും എന്നിട്ട് അച്ഛനോട് പറയണം, ഞങ്ങൾക്ക് ഈ സമയത്തല്ല, ഷെഡ്യൂൾഡ് കുർബാനകളാണ് വേണ്ടതെന്ന് പറയണം. അതിനുള്ള ഒരു യഥാർത്ഥ സത്യം സ്ഥാപിച്ച് കിട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. അന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം മിണ്ടാത്തതിലും ഭേദം കൊഞ്ഞപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് കേരളത്തിൽ. ഒന്നുമില്ലാത്തതിലും, അതായത് എല്ലാം ഇല്ലിസിറ്റ് ആകുന്നതിനേക്കാളും കുറച്ചെങ്കിലും അവർക്ക് സർവാത്മനയുള്ള ശുദ്ധ നിയോഗമെന്ന് ഇല്ലെങ്കിൽ പോലും കർത്താവിൽ ആശ്രയം വെച്ചിട്ട് നമ്മൾ ഇല്ലേ, മെത്രാന്മാര് ഇല്ലേ, എന്തൊക്കെ പറഞ്ഞാലും മെത്രാന്മാരിലെ കർത്താവ് പ്രവർത്തിക്കുന്നു. അവർ തെറ്റായ തീരുമാനം എടുത്താൽ പോലും കർത്താവ് പ്രവർത്തിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ കർത്താവ് ശരിയിലേക്ക് കൊണ്ടുവരുമെന്ന് വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ പങ്കെടുക്കാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഈ ചോദ്യം നിലനിൽക്കുന്നു. ഇത് കർത്താവ് സഭയിൽ നിക്ഷേപിച്ച പ്രാർത്ഥനയോട് സർവാത്മന ചേർന്നിട്ടല്ല പുരോഹിതൻ അർപ്പിക്കുന്നതെങ്കിൽ ആ അച്ഛൻ്റെ നിയോഗം ശരിയല്ല. അത് അതിൻ്റെ സാധുവാകുന്നതിനെയും നിയമാനുസൃതമാകുന്നതിനെയും അത് അഫക്റ്റ് ചെയ്യും. ഈ ചുരുക്കത്തിൽ വട്ടോളിയച്ചൻ്റെയും വയലിക്കോടത്തിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങളിൽ ഈ നിരവധി ഭാഷാണ്ഡതകളുണ്ട്, വേദവിപരീതങ്ങളുണ്ട്. അവർ തീർത്തും ഒരു പ്രത്യയശാസ്ത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത്, വിശ്വാസമല്ല. നമ്മൾ അന്തരം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യയശാസ്ത്രം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ്. അത് മനുഷ്യൻ്റെ ഒരു കണ്ടെത്തലാണ്. വിശ്വാസം ദൈവം നമുക്ക് ഇട്ടുതരുന്നതാണ്. അതൊരു ദാനമാണ്. ദൈവം നമുക്ക് ഇട്ടുതരുന്നതാണ് വിശ്വാസം. പ്രത്യയശാസ്ത്രം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ്. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്നത് അത് നമ്മുടെ ഒരു പ്രോഡക്റ്റാണ്. അതിലും ദൈവത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ദൈവക്ക് ബുദ്ധി തന്നുള്ള റോളല്ല, അത് വേറെ റോളില്ല. ദൈവം നമുക്ക് നിക്ഷേപിക്കുന്നത് വിശ്വാസമാണ്. അപ്പോഴാണ് അത് പരിശുദ്ധാത്മാവിന് ദാനമായിട്ട് മാറുന്നത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് ഉൾച്ചേർക്കപ്പെടുന്നത് അത് ദൈവം നൽകുന്നത് കൊണ്ടാണ്. ഈ പെന്തക്കോസ്തകാരും യഹോവസാക്ഷികളൊക്കെ പറയില്ലേ, നിങ്ങൾ ബുദ്ധിയും ബോധമൊക്കെ ഉറച്ചിട്ട് വിശ്വസിക്കണം, അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പം അത് വിശ്വാസമാകില്ല, അത് പ്രത്യയശാസ്ത്രമേ ആകൂ. പെന്തക്കോസ്തക്കാരുടെയും യഹോവസാക്ഷികളുടെയും പ്രോട്ടസ്റ്റന്റുകാരുടെയൊക്കെ എൻ്റെ പ്രശ്നം കിടക്കുന്നത് അവർ പ്രത്യയശാസ്ത്രമാണ് അവതരിപ്പിക്കുന്നത്, വിശ്വാസമല്ല. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക ചെയ്തേ. അപ്പോൾ ഈ മർക്കോസ് 16:17 എന്താ പറഞ്ഞിട്ടില്ലേ? വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. തീർച്ചയായിട്ടും അത് മുതിർന്നവരുടെ കാര്യമാണ് പറയണേ. അതായത് വേറെ മതത്തിൽ ജീവിച്ച ഒരാൾ അവൻ ബോധത്തോടെ തിരിച്ചു വരണം, വിശ്വസിക്കണം. അല്ലാത്തവരെ നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുക ചെയ്തേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക ചെയ്തെന്നാണ്. അവിടെയാണ് വിശ്വാസം. അപ്പോൾ ചുരുക്കത്തിൽ ഈ വട്ടോളിയും വയലിക്കോടത്തും ഒരുപാട് പാഷാണ്ഡതകളാണ് പ്രചരിപ്പിക്കുന്നത്, പ്രത്യയശാസ്ത്രമാണ് പ്രചരിപ്പിക്കുന്നത്. സഭ അവർക്കൊരു ജനാധിപത്യ സംവിധാനം മാത്രമാണ്, അല്ലാതെ പരിശുദ്ധ റൂഹ ആത്മാവായിട്ടുള്ള ഒരു ആത്മീയ പ്രസ്ഥാനമായിട്ട് അവർ കരുതുന്നില്ല. ഇതുകൊണ്ടാണ് എറണാകുളത്തെ കാര്യം എറണാകുളംകാർ തീരുമാനിക്കും, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിക്കും, മെത്രാന്മാർ വേണ്ട, മാർപ്പാപ്പ വേണ്ട എന്നൊക്കെ അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. വളരെ വലിയ പാഷാണ്ഡത മാത്രമല്ല ശീഷ്മയുമാണ് അവർ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നാളെ തൊട്ടുള്ള ക്ലാസ്സുകളിൽ പിന്നെയും കാണാം, കേൾക്കാം. നിങ്ങൾ സത്യവിശ്വാസികൾ
ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് പരമാവധി ആളുകൾക്ക് എത്തണം. കാരണം സത്യവിശ്വാസം എന്തെന്ന് പഠിക്കാൻ നമുക്ക് ഇവരുടെ പാഷാണ്ട് അതൊരു നിമിത്തമാകുകയാണ്. ഈ നമ്മൾ സഭാചരിത്രം നോക്കിയാൽ സഭാപിതാക്കന്മാരൊക്കെ പാഷാണ്ഡതകളെയും ശീഷ്മകളെയും എതിർത്തുകൊണ്ടാണ് സത്യവിശ്വാസം സമർത്ഥിച്ചത്. അപ്പോൾ ഈ പാഷാണ്ഡത ഉണ്ടായത് ഒരു നിലയ്ക്ക് നല്ലതാണ്. സത്യവിശ്വാസം എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതിനാൽ ഞാൻ ഈ പറഞ്ഞ സത്യവിശ്വാസമാണ് ഞാൻ പറയണമെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് ഞാൻ വിചാരിക്കണം. ഈ സത്യവിശ്വാസം പരമാവധി ആളുകൾക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ വീഡിയോ അയച്ചു കൊടുക്കുക, ചർച്ച ചെയ്യുക. അങ്ങനെ സഭയുടെ സുവിശേഷ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കുചേരുക എന്ന് ഞാൻ ആഹ്വാനം ചെയ്യാൻ അപേക്ഷിക്കുകയാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. വട്ടോളിയച്ചനും വയലിക്കോടത്തച്ഛനും ഒക്കെ പരിശുദ്ധ റൂഹായുടെ സ്പർശനമേട്ട് മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ പ്രത്യയശാസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഇഹലോക സംവിധാനത്തിൽ മാത്രം വിശ്വസിക്കാതെ ഒരു ദൈവിക സംവിധാനത്തിൽ വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് വരാനായിട്ട് അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.